സൂപ്പർ എക്സൈറ്റഡും ആയിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു മിസ്സിങ് ഫീലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ റാപ്പ് ചെയ്യുന്ന സംഭവം കണ്ട് അതെനിക്ക് സങ്കടം ഉണ്ടായി. കാരണം 3 ബാഗും എനിക്ക് റാപ്പ് ചെയ്യേണ്ടി വന്നു. 500 രൂപ കൊടുക്കേണ്ടി വന്നു. അത് ആക്ച്വലി തേർഡ് പാർട്ടി ആയിരുന്നെന്ന് അവരെന്നോട് പറഞ്ഞു. എയർ ഇന്ത്യ പൈസ കൂടുതലാകും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് അവരെനിക്ക് സജഷനും തന്നു. പിന്നെ നമ്മൾ ഇത്രയും വിലയൊക്കെ കൊടുത്ത് കൊണ്ടുപോകണമല്ലേ സാധനങ്ങൾ, ഒന്നും ഡാമേജ് ആകാതെ സുരക്ഷിതമായിട്ട് നമ്മുടെ കയ്യിലെത്തണം എന്ന് കരുതികൊണ്ട് 500 രൂപയല്ലേ എന്ന് കരുതിയിട്ട് പോട്ടെ എന്ന് വെച്ചു. സങ്കടമൊന്നുമില്ല കേട്ടോ. പിന്നെ എയർ ഇന്ത്യ ആയതുകൊണ്ട് പറയില്ല, എല്ലാ ഫ്ലൈറ്റിലും ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല. ഒരു മീൽ, ചെറിയ ഫ്ലൈറ്റ് ആണെങ്കിലും ഒരു മീൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ബണ്ണ് ബട്ടർ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. എനിക്ക് 2 ഫ്ലൈറ്റ് കയറണം. ഒന്ന് ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ ഞാൻ വേറെ കൺട്രി, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നാട്ടിൽ തന്നെ, അതായത് കൊച്ചിയിൽ നിന്ന് ഡൽഹി, ഇനി ഡൽഹിയിൽ നിന്ന് പാരീസിലേക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും എനിക്ക് കയറണം. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ 2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ഡൽഹിയിലെത്തി. കൊച്ചിയിൽ ഞാൻ ആകെപ്പാടെ സെക്യൂരിറ്റി ചെക്കിങ്ങും ചെയ്തു, നമ്മുടെ ബാഗും ചെക്കിങ് ചെയ്ത് ബോർഡിംഗ് പാസും എടുത്തിട്ട് ഞാനിങ്ങ് പോരുവാണ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു, സെക്യൂരിറ്റി ചെക്ക് ചെയ്തു, ഗേറ്റിൽ വെയിറ്റ് ചെയ്തു, ഫ്ലൈറ്റ് കയറി. ഇപ്പം ഞാൻ ഡൽഹിയിലെത്തി. ഇനി ഞാൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ എനിക്ക് ഇനിയും സെക്യൂരിറ്റി ചെക്ക് ചെയ്യണം, കൂടാതെ ഇമിഗ്രേഷനും കൂടി ചെയ്യണം, കാരണം ഞാൻ വേറൊരു കൺട്രിയിലേക്ക് പോകല്ലേ. അങ്ങനെ ഇതെല്ലാം ചെയ്തു. ഞാൻ എൻ്റെ ഗേറ്റിൽ വെയിറ്റ് ചെയ്തു. എയർ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഡിലേ ആകുമെന്ന് ഒരുപാട് പേര് പറഞ്ഞു. പക്ഷേ ഡിലേ ഒന്നും ആയില്ല കേട്ടോ. എനിക്ക് എല്ലാം ഓൺ ടൈം ആയിരുന്നു. 4.5 മണിക്കൂർ ലേ ഓവറും കിട്ടി. ഞാൻ കറക്റ്റ് ഫ്ലൈറ്റിലും കയറി. അതിനു മുമ്പ് ഞാൻ സെക്യൂരിറ്റി ചെക്കിങ്ങും ഇമിഗ്രേഷൻ ചെക്കിങ്ങും എനിക്ക് എൻ്റെ ഫ്ലൈറ്റിലിരുന്ന ആളെന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാരണം ഇതെല്ലാം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പം ഞാനിത് അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഞാൻ എൻട്രി ആയി. അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് ഈ ഫ്ലൈറ്റ് അങ്ങ് ഉയരാൻ നേരത്തെ എനിക്ക് എന്താ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഫീല്, സന്തോഷമുണ്ട്. കാരണം ഇത്രയും നാളെ ഞാൻ പുറത്ത് പോകാം എന്ന് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ സക്സസ് ആയി, സഫലമായി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ പാരൻസിനെ ഇനിയൊരു കുറച്ച് നാളത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ, നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ ഇവരെയൊക്കെ ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള നല്ല സങ്കടവും മിസ്സിങ്ങും ഒക്കെ ഉണ്ട്. ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നുയർന്ന് താഴത്തേക്ക് നോക്കാൻ നേരത്തെ ശരിക്കും എനിക്ക് കാണാൻ പറ്റില്ല. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോയി. ഞാൻ മിക്കപ്പോഴും കരയാറുള്ള കുട്ടിയാണെങ്കിലും എനിക്കിത് ഭയങ്കര സങ്കടമായി. പക്ഷേ സന്തോഷമുണ്ട്. സൈമിൾട്ടേനിയസ്ലി 2 ഫീലിങ്സ് ഞാൻ ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്തു. അതുകൂടാതെ പിന്നെ എനിക്ക് വേറൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ട് ഫോണൊന്നും ഇനി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ, കാരണം നെറ്റില്ല, കിട്ടില്ല. ഒന്നാമതേ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ കയറി എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ത്യൻ നമ്പറുമാണ്. ഒരു ഇതും കിട്ടത്തില്ല. അത് ഇനി ഇൻ്റർനാഷണൽ എന്ത് സംഭവമാണെങ്കിൽ തന്നെ നെറ്റ് കിട്ടത്തില്ല. പിന്നെ എയർ ഇന്ത്യയുടെ വൈഫൈ കണക്ട് ചെയ്യാൻ നോക്കി, അതും കിട്ടില്ല, ശോകം മാത്രം. പിന്നെ പുറത്തേക്ക് വിൻഡോ സീറ്റ് ആയതുകൊണ്ട് മേഘങ്ങളെയൊക്കെ കണ്ട് കുളുകുള എന്നിങ്ങനെ സന്തോഷിച്ചും സങ്കടപ്പെട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. പക്ഷേ നമുക്ക് 2-3 മണിക്കൂർ അങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ബോറടിച്ച് അടുത്തിരുന്നത് ഇംഗ്ലീഷ് അറിയത്തുമില്ല, ഹിന്ദി, എനിക്കാണെങ്കിൽ ഹിന്ദി ഒട്ടും അറിയത്തുമില്ല. പുള്ളിക്കാരത്തേക്ക് ഫ്രഞ്ചും അറിയാവുള്ളൂ, പിന്നെ ഹിന്ദിയും അറിയത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ മുമ്പിലുള്ള ടിവിയിലായിരുന്നു, എൻ്റെ ടി വി അല്ല, ഒരു മോണിറ്ററിലായിരുന്നു എൻ്റെ കലാവിരുത്. ഫസ്റ്റ് അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്കിങ് പോലെ തന്നിട്ടുണ്ട്. വേണ്ടവർക്ക് വേറെ ഡ്രിങ്ക്സൊക്കെ ഉണ്ട്, വേണമെങ്കിൽ കുടിക്കാം. പിന്നെ ഞാൻ അത്ര കരുനാഹി. അതിനുശേഷം അവർ ചെറിയൊരു സ്നാക്സ്, ഒരു നൂഡിൽസൊക്കെ തന്നു. കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ ഡെസേർട്ടൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ മധുരപ്രിയ ആയതുകൊണ്ട് എനിക്ക് ഡെസേർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്ത് തന്നാലും ഞാൻ തിന്നുവന്നു. പോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്കുള്ള വ്യൂ നോക്കിയപ്പോൾ അത്യാവശ്യം പൊന്നോ സൂപ്പർ. നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഇങ്ങനെ ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ മാറ്റിലൂടെയൊക്കെ ഇങ്ങനെ പോകണ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 9.25 മണിക്കൂറിന് ശേഷം ഞാൻ പാരീസിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്ന കൺട്രി ഫ്രാൻസാണ്. സോ പാരീസിൻ്റെ ലോകത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിരിക്കുന്നു. അയ്യോ, ഇനി പുതിയ പാഠങ്ങളൊക്കെ പഠിക്കാൻ പോവുകയാണേ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഈ പുള്ളിക്കാരത്തി എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ച പോലെ.